It's Saturday afternoon. നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ എവ്രിവൺ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഡ്ലി, തവ ഇഡ്ലി പൊടി ചീസ് സാൻഡ്വിച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഒന്നുമില്ല, കുട്ടികള് ഇഡ്ലി കഴിക്കാൻ ഭയങ്കര മടിയാണ്. എന്റെ മക്കൾക്ക് ഇഡ്ലി ഇഷ്ടമല്ല. ദോശ എത്ര വേണമെങ്കിലും കഴിക്കും, പക്ഷെ ഏത് വെറൈറ്റി ഇഡ്ലി ആയാലും അവർക്ക് ഭയങ്കര മടിയാണ്. അപ്പൊ ദുബായിൽ നിന്ന് ഞാൻ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ ഇവിടെയും ചെയ്തത്. എന്താ വെച്ചാൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. വന്ന മുതൽ കുട്ടികൾ വെറും ദോശയാണ് കഴിക്കുന്നത്, ഇതെന്താണ് ഇഡ്ലി കഴിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അവർക്ക് ഇഡ്ലി ഇഷ്ടമല്ല, സാരമില്ല അമ്മ, ദോശ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഒരേ നിർബന്ധം, ഒരു ദിവസം ഇഡ്ലിയും സമ്മന്തി ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അങ്ങനെ അമ്മ ഇഡ്ലി സമ്മന്തി ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ അമ്മ നോട്ട് ചെയ്തു അവര് കഴിക്കണ ക്വാണ്ടിറ്റി അത്രയ്ക്ക് പോരാ. അപ്പൊ അമ്മ പറഞ്ഞു ഇതെന്താ ഇഡ്ലി കഴിക്കാത്തതെന്ന്. അപ്പൊ ഇന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു ഇഡ്ലി ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ, ഞാനൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് തവ ഇഡ്ലി പൊടി സാൻഡ്വിച്ച് അവർക്ക്. പക്ഷെ നമുക്ക് എല്ലാവർക്കും തവ ഇഡ്ലി പൊടി വെച്ചിട്ടുള്ള ഫ്രൈ. അപ്പൊ ഞാനല്ല ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നത്, ബാക്കി എല്ലാവരും നമ്മുടെ വീട്ടില് അമ്മയും അച്ഛനെയും സഹായിക്കാൻ നിൽക്കുന്ന ഷാൻ ചേച്ചിക്കൊക്കെയാണ് ട്രൈ ചെയ്യാൻ കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും കാണിച്ചു തരുന്നതല്ലേ, അവരൊക്കെ കഴിക്കട്ടെ. ഓക്കെ, അപ്പൊ വരൂ നമുക്ക് ഉണ്ടാക്കാം. വളരെ വലിയ പേരാണ്, തവ ഇഡ്ലി പൊടി സാൻഡ്വിച്ച്, ചീസ് സാൻഡ്വിച്ച് എന്നും പറയാം. ഓക്കെ, വരൂ കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു തവ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അതിനെ മെൽട്ടാക്കി എടുക്കുക. ഈ മെൽട്ടായ ബട്ടറിലേക്ക് നല്ലോണം കരിവേപ്പില ഇട്ട് കൊടുക്കുക. എത്രത്തോളം ഇട്ട് കൊടുക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഫ്രഷ് ആയിട്ട് അമ്മ ഉണ്ടാക്കിയ ഇഡ്ലി പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഇഡ്ലി പൊടിയാണെങ്കിലും ഇട്ടോളൂ, നല്ല ജനറസ് ആയിട്ട് ഇടണം. ഞാനിവിടെ 3-4 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ട് ഒന്ന് ഈ ബട്ടറിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ തവയിൽ തന്നെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ഇഡ്ലി പൊടിയും ആ വെണ്ണയും ഒക്കെ കൂടി നല്ലോണം മിക്സ് ആവും. ഇതിലേക്ക് എല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ച ഇഡ്ലി ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് അതിലേക്ക് സ്ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് അടിയൊന്ന് മൊരിഞ്ഞ് കിട്ടും. അതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി കുറച്ച് ബട്ടർ ഇഡ്ലിയുടെ ഇടയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ നന്നായിട്ട് ഒന്ന് മറ്റേ വശം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. എല്ലാം സ്ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി. ഇനി നമ്മൾ ചെയ്യുന്നത് കൈ നിറയെ മല്ലിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ മല്ലിയില അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി കുട്ടികൾക്ക് ചെയ്യുന്ന ചീസാണ് ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു ഇഡ്ലിയുടെ മുകളിൽ നമ്മൾ സാൻഡ്വിച്ചിന് വെക്കുന്ന ചീസ് വെച്ചിട്ട് മറ്റേ ഇഡ്ലി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അധികം ചൂടാക്കുക, ഇല്ലെങ്കിൽ ആ ചീസ് മെൽട്ടാക്കുക, അതൊന്നും ചെയ്യേണ്ട. ആ ഒരു ചീസിൻ്റെ ആ ഒരു ഇളം ചൂടിൽ ആ ചീസ് നിൽക്കുന്നതാണ് ഈ ഒരു ഇഡ്ലിയെ നല്ല ടേസ്റ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ വെച്ചോളൂ, അപ്പുറത്ത് അങ്ങനെ അടച്ചോളൂ. അതിൻ്റെ ആ ബർഗർ പോലെ തന്നെ അങ്ങനെ എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പോയി, ഒറ്റ ട്രിപ്പിൽ 2 ഇഡ്ലി പോയി, 1 ചീസ് പോയി. കുട്ടികൾക്ക് സൂപ്പറായിട്ട് ഇഷ്ടമാവും. ഇനി അവർ കഴിക്കട്ടെ, അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. ഇഡ്ലി പൊടി, ഇഡ്ലി ചീസ് ബർഗർ സ്റ്റൈൽ. Now you will not say no to ഇഡ്ലി, right? ഇവിടെ 2 എണ്ണത്തിന് ഇഡ്ലി തീരെ ഇഷ്ടമല്ല. This is Indian style McDonald's. Yeah, it's very nice. Thank you. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി തന്നാൽ കഴിക്കൂലേ? ഗുഡ്. നമുക്ക് ഷാൻ ചേച്ചിക്ക് വിത്തൗട്ട് ചീസ് കൊടുക്കാം. ഷാൻ ചേച്ചിക്ക് ചീസും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഷാൻ ചേച്ചി, ഇതുവരെയ്ക്കും ഇഡ്ലി നിങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പൊ സ്പൂൺ ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് കഴിച്ചിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയാം. എവിടെ സ്പൂണ്? നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഞാൻ ആദ്യം കഴിക്കണം. ഒന്നും ചെയ്തിട്ടില്ല. ദോശ മറ്റേ നമ്മുടെ വീട്ടിലുള്ള അതേ സാധനങ്ങൾ തന്നെ, പൊടി, കരിവേപ്പില, മല്ലിയില, വെണ്ണ. നന്നായിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ വെറുതെ മിക്സ് ചെയ്ത് കഴിക്കുന്നത്? ഇങ്ങനെ ചെയ്താൽ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റില്ല. ആ ഇഡ്ലി മൊരിഞ്ഞ കണ്ടോ ആ പൊടിയില്?
സൂപ്പർ ആയിട്ടില്ലേ? വേണ്ട. വേറൊന്നും വേണ്ട. ഈ എപ്പോഴും എന്താണ് ഇഡ്ലി പൊടി നെയ്യ് ഇല്ലെങ്കിൽ ഇഡ്ലി പൊടി എണ്ണ ഒക്കെ കഴിക്കുമ്പോ നെഞ്ഞരിയില്ലേ? കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചാൽ നെഞ്ഞരിയില്ല. ഒന്നും ഉണ്ടാവില്ല, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. വേറെ ഒന്നും വേണ്ട. വേറെ പണി എളുപ്പമായി. ഞാൻ പിള്ളേർക്ക് ഇതിന്റെ ഇടയിൽ ചീസ് വെച്ചിട്ട് കൊടുത്താൽ ഇഡ്ലിയുടെ പരാതിയില്ല. കഴിക്കാത്തവരും കഴിക്കും. കഴിക്കും. മക്കളൊക്കെ കഴിച്ചല്ലേ? കഴിച്ചു. ശരി, കഴിക്കു വെച്ച്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഇഡ്ലി ചീസ് പൊടി തവയിലിട്ടിട്ട് ചെയ്തു കൊടുക്കൂ മക്കൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് ചീസ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ചീസ് ഇഷ്ടമല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടും നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.